യേശുവിൽ പ്രിയപ്പെട്ടവരെ, നാം എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായി മനസ്സിലാക്കി ഹൃദയസ്ഥമാക്കിയോ എന്നറിയാൻ പരീക്ഷകൾ നടത്താറുണ്ട്. നാം എന്തെങ്കിലുമൊക്കെ പരിശീലനത്തിൽ ഏർപ്പെട്ടാൽ അത് സ്വായത്തമാക്കിയോ എന്നറിയാൻ ടെസ്റ്റുകൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസവും നമ്മൾ പരീക്ഷിച്ചറിയണമെന്ന് ഇന്നത്തെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നു. ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ അതിനെ സ്വീകരിക്കുന്നു അനുസരിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴവും ഉറപ്പും നമുക്ക് മനസ്സിലാക്കാനാവും. രണ്ടാമതൊരു ചോദ്യം കൂടെ വചനം അവതരിപ്പിക്കുന്നുണ്ട്. യേശു നമ്മളിൽ വസിക്കുന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? എപ്പോഴാണ് യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുക? യോഹന്നാൻ 6:56 പറയുന്നുണ്ട്, യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിലാണ് യേശു വസിക്കുന്നത്. അപ്പോൾ നാം അവനിലും വസിക്കും. അപ്പോൾ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ അനുദിനം യോഗ്യതയോടുകൂടി യേശുവിനെ നമ്മൾ സ്വീകരിക്കണം. രണ്ടാമതായി പറയുന്നത് യോഹന്നാൻ 14:23 യേശുവിനെ സ്നേഹിച്ച് അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ പിതാവും പുത്രനും നമ്മളിൽ വന്ന് വസിക്കുന്നു. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കുകയും അവിടുത്തെ നമ്മൾ സ്നേഹിക്കുകയും ചെയ്യണം. സ്നേഹനാഥനായ ഈശോയെ, അങ്ങയുടെ വചനങ്ങൾ പാലിച്ച് അങ്ങയെ സ്നേഹിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അങ്ങയെ സ്വീകരിച്ചുകൊണ്ടും അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാൻ, ആഴമായ വിശ്വാസത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.